എളുപ്പത്തിലൊരു സാമ്പാർ വെച്ചെടുത്താലോ വായോ. അതിനായിട്ട് ഇത് കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 വിസിലോളം ഞാൻ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ എൻ്റെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അത് ഓരോ കുക്കറിനനുസരിച്ചിരിക്കും പരിപ്പ് വെന്ത് കിട്ടുന്നത്. അങ്ങനെ ഈ പരിപ്പെല്ലാം വെന്തതിന് ശേഷം നമ്മൾ സാമ്പാറിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം വാളംപുളിയും പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 1 വിസിലോളം കേൾപ്പിച്ചാൽ മതി കേട്ടോ. നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ സാമ്പാർ ഉണ്ടാക്കി കാണിക്കുന്നത്. പണ്ട് എൻ്റെ മമ്മി സാമ്പാർ വയ്ക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രം കഴിക്കുന്ന ഞാൻ ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വയ്ക്കുന്നത് കൊണ്ട് പറയുന്നതല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ സാമ്പാർ. അങ്ങനെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ആവശ്യത്തിന് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് വെന്ത് കുറുകി വരട്ടെ. അതിനുശേഷം താളിക്കാനായിട്ട് ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുകാണ് ഇട്ട് കൊടുക്കേണ്ടത്. കടുക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. ഇനി ആ താളിച്ചത് നമ്മുടെ സാമ്പാറിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റാ, ബൈ ബൈ.